LPST നിയമനത്തിൽ മുഖ്യമന്ത്രിയുമായി ഉദ്യോഗാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ജോലി നൽകാമെന്ന വാഗ്ദാനം എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും 2 മാസം സമയം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നു. നടപടി ഉണ്ടാകും വരെ പ്രതിഷേധം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സീമ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സമരം ഇപ്പോൾ നിർത്തി പോകണം, ഞങ്ങൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളൊരു വാഗ്ദാനം നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം. അതിന് സാധ്യമല്ല. ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ. 2 മാസം ഞങ്ങൾക്ക് സമയം വേണം. അല്ലെ, ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിത് തുടർന്ന് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഈ സർക്കാരിന് മുന്നിൽ ഇനി ജീവൻ പൊലിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇതിലപ്പുറമുള്ള ഒരു സമരമുറയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഗാന്ധിജി സ്വീകരിച്ച ഈ നിരാഹാര സത്യാഗ്രഹവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. MG പ്രതീഷ്, 2 മാസം കാത്തിരിക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അവരോട് മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. അത് സമരസമിതി തള്ളുകയും ചെയ്യുന്നു. ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് ഇപ്പോൾ സമരക്കാർ പുറത്തു വന്ന് നമ്മളോട് പറയുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ എവിടെയൊക്കെയാണ് ഒഴിവുകൾ എന്നത് റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നു അവർ. മാധു, തീർച്ചയായും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ജോലിക്കായി തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടിലാണ് LPST ഉദ്യോഗാർത്ഥികളുള്ളത്. ഇന്ന് 25 ദിവസമാകുന്നു ഇവരുടെ ഈ ഒരു പ്രതിഷേധം. വളരെ സമാധാനപരമായാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ പ്രതിഷേധം ഇരിക്കുന്നത്. നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു സമരം ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. 2 മാസത്തെ സാവകാശമാണ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്ക് മറ്റ് വഴികളില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മരണം വരെ ഈ സമരം തുടരും എന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ഒരു തീരുമാനം. കാരണം മറ്റ് പോംവഴികളില്ല. 5 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളിൽ ഒരാൾക്ക് പോലും, ആദ്യ റാങ്കുകാർക്ക് പോലും അഡ്വൈസ് ലഭിച്ചിട്ടില്ല, നിയമനം ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇനി മുന്നിലുള്ള ഒരു പോംവഴി? ഇനി നമ്മളിവിടെ മരണം വരെ ഇവിടെ തുടരാനാണ് നിൽക്കുന്നത്. കാരണം സർക്കാർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ നിന്ന് ഡൽഹിയിൽ 800 കിലോമീറ്റർ പോലും പോയി അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. എന്നിട്ടും സെക്രട്ടേറിയറ്റിന് വളരെ തുച്ഛമായ ഒരു 100 മീറ്റർ ഇറങ്ങി വന്നാൽ പോലും നമ്മളെ മുഖം വരെ നോക്കാം. എന്നിട്ട് പോലും അതുപോലും നോക്കാതെ നമ്മളേക്ക് അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. 2 മാസത്തെ സാവകാശമാണോ ചോദിച്ചിരിക്കുന്നത്? അതെ, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സത്യത്തിൽ പൊതുജനങ്ങളെ പറ്റിച്ചതാണ്. അവർ പറയുന്നുണ്ട് 6 വട്ടം ചർച്ച നടന്നിട്ടില്ല. അതായത് ഗവൺമെൻറ് തലത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു ചർച്ചയുടെ ഒരു ഘടനയിലൊന്നും നടന്നിട്ടില്ല. പക്ഷേ ചർച്ച നടന്നപ്പോഴൊക്കെ ചോർച്ചയാണ് നടന്നിട്ടുള്ളത്. ചർച്ച എന്ന് പറഞ്ഞ് ചോർച്ചയാണ് നടന്നിട്ടുള്ളത്. കാരണം എയ്ഡഡ് സ്കൂളിലെ പോസ്റ്റ് പോകുന്ന അധ്യാപകരെ സർക്കാർ സ്കൂളിലേക്ക് നിയമിക്കുകയും, എന്നാൽ ഞങ്ങൾ ചോദിച്ചു, സർക്കാർ സ്കൂളിൽ അധ്യാപകർ ഇവിടെ ഒരുപാട് പേർ ജോലിയില്ലാതിരിക്കുന്നുണ്ട്, അവരെ നിങ്ങൾക്ക് തിരിച്ചു ചെയ്തുകൂടെ വയ്ക്കുമ്പോൾ അത് പറ്റില്ല. അതായത് 1 വേ സൈഡാണ്. അതായത് പിന്നെ ഞങ്ങൾക്ക് രാഷ്ട്രപിതാവായ ഗാന്ധിജി കാണിച്ചെന്ന ഈ സമരമുറ മാർഗിയല്ലാതെ നാളത്തെ അധ്യാപക തലമുറയെ വാർത്തെടുക്കേണ്ട, നീതിയും ബോധവും ധർമ്മവും പഠിപ്പിച്ച് വാർത്തെടുക്കേണ്ട ഞങ്ങൾ സത്യാഗ്രഹം തന്നെയാണ് ഇന്നത്തെ തലമുറക്ക് കാണിച്ചു കൊടുക്കുന്നത്. വെള്ളക്കാരെ ആട്ടിയോടിച്ച ഈ സമരമുറ തന്നെയാണ് ഇന്ന് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. സമരം തുടരുക തന്നെ ചെയ്യും. നമുക്ക് വേറൊരു വഴിയില്ല. പിന്നെ അധികാരത്തിലെത്തിയാൽ ആദ്യം തന്നെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഞങ്ങൾ പോയി കാണുമ്പോൾ ഇനി 2 മാസം സമയമാണ്, ഞങ്ങൾക്കിത് പഠിക്കണം എന്നാണ് പറയുന്നത്. അതൊരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല, ഉറപ്പ് തരാൻ പറ്റില്ല. അതാണ് മധു. കാരണം ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മരണം വരെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം തുടരാൻ LPST റാങ്ക് ഹോൾഡേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ മുന്നിൽ മറ്റ് പോംവഴികളില്ല. എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകരെ സംരക്ഷിക്കുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ ആദ്യ പട്ടികയിൽ ഇടം നേടിയവർക്ക് പോലും നിയമനം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. പലർക്കും ഇനി മറ്റൊരു പരീക്ഷ എഴുതാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഈ കുടുംബം, കുട്ടികൾ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അവരാണ് ഇത്തരത്തിൽ പൊരിവെയിലത്ത് ഈ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഇരിക്കുന്നത്. വലിയ പിന്തുണ പല ഭാഗങ്ങളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. LPST ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ്. 2 മാസത്തെ സാവകാശം മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് സമരക്കാർ ഇപ്പോൾ